ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട് സീരിയലിലെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സേതുവും പല്ലവിയും അമ്പലത്തിൽ നിന്ന് തൊഴുതു വരുമ്പോഴേക്കും അവിടെ നിൽക്കുകയാണ് ലക്ഷ്മി. ലക്ഷ്മിയുടെ കൂടെ പൂർണിമയുണ്ട്, അച്ചു, റിതു, ഹരി എല്ലാവരും ഉണ്ട്. ലക്ഷ്മിനെ കാണുമ്പോൾ തന്നെ ദേഷ്യത്തിൽ വന്നിട്ട് പൂർണിമ എടുത്ത് ചോദിക്കുന്നുണ്ട് സേതു, അമ്മേ ഇവരെന്തിനാമ ഈ വീടിന്റെ ഉള്ളിൽ അമ്മ കയറ്റിയത്? എനിക്കിവരെ ഈ വീടിനുള്ളിൽ കയറ്റാൻ ഒരു താല്പര്യമില്ല. അവരോട് പറ വീട് മാറി വന്നാണെങ്കിൽ ഇതല്ല ഇവര് കയറേണ്ട വീട്, പൊന്നുമട അതിവിടെയല്ല എന്ന് പറ എന്ന് പറയുമ്പോഴേക്കും മോനെ സേതു, ലക്ഷ്മി വന്നത് വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കിവരെ കാണുന്നത് പോലും ഇഷ്ടമല്ല. അമ്മേനെ കുറിച്ച് ഇവര് പറഞ്ഞതൊക്കെ അമ്മ മറന്നോ? അത് ഈ ലോകത്ത് ആര് മറന്നാലും ഞാൻ മറക്കില്ല. ഒരിക്കലും ഒരിക്കലും ഇവർ പറഞ്ഞതിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കൂല. ഇവരുടെ സപ്പോർട്ട് എനിക്ക് വേണ്ട. ഇവര് അമ്മന് എന്തൊക്കെയാ പറഞ്ഞത്? എന്റെ അനിയത്തിമാരെ പോലും അച്ഛന്റെ സ്വന്തം മക്കളാണെന്ന് പോലും ഇവര് ചോദിച്ചില്ലേ? അത്രയും വൃത്തികെട്ട നാവാണ് ഈ സ്ത്രീക്ക്. ഈ സ്ത്രീയോട് ഇറങ്ങി പോവാൻ പറയാമേ എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി പറയണ്ട്, ശരിയാ മോനെ നീ പറഞ്ഞത്, എനിക്ക് ജീവിക്കാൻ ഒരു അവകാശമില്ല. ഞാൻ അത്ര വൃത്തികെട്ട രീതിയിലാണ് പൂർണിമയെടുത്തും മക്കളോടും അതിലുപരി നിന്നോടും ഒക്കെ സംസാരിച്ചത്. എന്നോട് ക്ഷമിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അതല്ല നീ ആഗ്രഹിക്കുന്നത് ഈ തെറ്റിനുള്ള ശിക്ഷയായിട്ട് എന്റെ മരണമാണ് നീ ആഗ്രഹിക്കുന്നത്, മരിക്കാൻ ഞാൻ റെഡിയാണ്. ഇതൊക്കെ ഇവിടെ നാടകമാണമ്മേ, ഇവരുടെ നാടകം അവസാനിപ്പിച്ചിടന്ന് പോവാൻ പറയമ്മേ എന്നൊക്കെ സേതു പറയാണ്. ലക്ഷ്മി പറയണ്ടേ, ഞാൻ പോവാൻ തന്നെയാണ് വന്നത്. അതിനു മുമ്പ് എനിക്ക് എല്ലാവരും ഒന്ന് കാണണമെന്ന് തോന്നി. ഞാൻ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതെല്ലാം തന്നെ മേടിച്ചതെല്ലാം തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങളുടെ ഒന്നും ആർക്കും വേണ്ട എന്ന് പറയാണ്. അത് പറ്റില്ല സേതു, നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് പൊന്നുമടം, പൂർണിമക്ക് വേണ്ടി എഴുതി കൊടുത്തതാണ് പൊന്നുമടം. നേരത്തെ നിങ്ങൾക്ക് അപ്പോൾ ആ വിചാരം ഉണ്ടായിരുന്നില്ലേ എന്ന് സേതു ചോദിക്കുമ്പോൾ ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് മാത്രല്ല, ടെക്സ്റ്റൈൽസ് അത് ഋതു ആണ് നോക്കി ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഋതുക്ക് തന്നെയാണ് അത് നോക്കാനുള്ള എല്ലാ അവകാശമുള്ളത്. അതുകൊണ്ട് ഞാൻ അതെല്ലാം തന്നെ ഇവരുടെ കയ്യിൽ തിരിച്ചു വെക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ട, നിങ്ങൾ പോ. അത് പറ്റില്ല സേതു, എനിക്ക് ഇവര് തിരിച്ച് പൊന്നുമടത്തിലേക്ക് കയറി കഴിഞ്ഞാൽ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ മുറ്റത്ത് കിടന്ന് ഞാൻ നിന്റെ മുമ്പിലും ഇവരുടെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ മരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അറിയാലോ നിനക്ക് എന്ന് സേതുവിനോട് പറയാണ് ലക്ഷ്മി. അപ്പൊ സേതു പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യാം, എനിക്കൊരു കുഴപ്പമില്ല. പൂർണിമ പറയണ്ട്, മോനെ നീ എന്തൊക്കെയാ പറഞ്ഞത്? നിന്റെ അമ്മയായത് അങ്ങനെ മരിക്കുക ചാവുന്നൊക്കെ അമ്മമാരത്താണ് സംസാരിക്കുന്നത്. അങ്ങനെയാണോ സേതു നിന്റെ അച്ഛനും ഞാനും ഒക്കെ നിന്നോട് പറഞ്ഞു തന്നത്? അല്ലല്ലോ. നീ പറയാറുണ്ടല്ലോ പൂർണിമാമയാണ് എൻ്റെ അമ്മ, പൂർണിമാമയാണ് എൻ്റെ അമ്മ എന്ന്. ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ മക്കളോട് ശത്രുക്കൾ മരിക്കാൻ വേണ്ടി കാത്തിരിക്കാം, ശത്രുക്കളെ മരിക്കട്ടെ, നമ്മളെ സ്നേഹിക്കുന്നവർ വേണമെങ്കിൽ മരിക്കട്ടെ, അങ്ങനെയൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുത്ത് നീ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നീ മാത്രം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല മോനെ എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, അവൻ പറയട്ടെ പൂർണിമേ, അവനും അത് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. അവനെ മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എല്ലാവരും അവസാനമായിട്ട് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം. നമ്മളൊക്കെ മനുഷ്യരല്ലേ, അതുകൊണ്ട് പ്ലീസ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളെല്ലാവരും പൊന്നുമടത്തിലേക്ക് വരണം പ്ലീസ്, ഞാൻ കാല് പിടിക്കാം എന്നൊക്കെ പറയാണ്. മാധവേട്ടന്റെ ആത്മാവ് അവിടെയുണ്ട് നിങ്ങളെയും കാത്ത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് പോകണം. സേതു പറയണ്ട്, ആര് പോയാലും ഈ വീട്ടിൽ നിന്ന് ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് സേതു അകത്ത് കയറി ഇരിക്കാട്ടോ. ആ സമയത്ത് പല്ലവി ലക്ഷ്മി അമ്മ അടുത്ത് പറഞ്ഞിട്ട്, അമ്മ ഇവിടുന്ന് പോയിക്കോ, സേതുവേട്ടൻ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്, ഇപ്പൊ എന്താ പറയാന്ന് ചെയ്യാന്നും എനിക്ക് പോലും അറിയില്ല. അതുകൊണ്ട് അമ്മ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടുന്ന് പോണതാ നല്ലത്. മോളെ പല്ലവി, ഇവരെല്ലാരും കൂട്ടിക്കൊണ്ട് പൊന്നുമടത്തിന്റെ എനിക്ക് കയറണം, അതാണ് എന്റെ അവസാന ആഗ്രഹമാണെങ്കിൽ നീ അങ്ങനെ കൂട്ടിക്കോ. ഇവരെല്ലാരും എന്റെ കൂടെ നീ ഒന്ന് പറഞ്ഞയക്കണം. പല്ലവി പൂർണ്ണമെടുത്തും അച്ഛനെടുത്ത് ഋതുർത്ത് പറയണ്ട്, നിങ്ങൾ എന്തായാലും ലക്ഷ്മി അമ്മയുടെ കൂടെ പോയിക്കോ, സേതുവേട്ടനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. പൂർണിമ പറയണ്ട്, അത് ശരിയാവില്ല മോളെ, അവനിട്ടിട്ട് നമ്മൾ എങ്ങനെയാ പോണത്? അച്ഛനും പറയണ്ട, അതേ ചേച്ചി, ചേട്ടനില്ലാതെ ഞങ്ങളും വരുന്നില്ല. പല്ലവി പറയണ്ട്, നോക്ക് ലക്ഷ്മിയമ്മയുടെ ആഗ്രഹം നിങ്ങൾ കേട്ടില്ല, ലക്ഷ്മിയമ്മക്ക് ഒരു തെറ്റുപറ്റി ശരിയാണ്, പക്ഷെ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടവരല്ല. നോക്കമ്മേ, ഋതുവിന്റെ പ്രസവം അടുത്ത് വരുവാണ്, അച്ഛനും പ്രഗ്നന്റ് ആണ്, അവർക്ക് ഈ ചെറിയ സൗകര്യത്തിലൊന്നും നിൽക്കാൻ പറ്റില്ല. നാളെ കുഞ്ഞായിക്കന്നെ എങ്ങനെയാമേ ഈ സൗകര്യത്തിൽ ഇവിടെ നിൽക്കുന്നത്? അവർ ആ വീട്ടിൽ തന്നെ നിൽക്കേണ്ടത്. അതുപോലെ സേതുവേട്ടന്റെ അച്ഛൻ, അതായത് നമ്മുടെ എല്ലാവരുടെ അച്ഛന് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. സേതുവേട്ടനും അതുപോലെ തന്നെ അച്ഛനും ഋതുവും സ്വാതി എല്ലാം കല്യാണം കഴിഞ്ഞ് കുഞ്ഞും കുടുംബമായിട്ട് ആ വീട്ടിൽ നിൽക്കണമെന്ന്. അതിനു വേണ്ടിയാണ് അത്രയും വലിയൊരു വീട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നിങ്ങൾ അവിടേക്ക് പോ, സേതുവേട്ടനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ പല്ലവി ലക്ഷ്മിയുടെ കൂടെ പൂർണിമേനെയും ഋതുവിനെയും അച്ചുവിനെയും പറഞ്ഞയക്കാട്ടോ. അങ്ങനെ പൂർണിമ എല്ലാവരും പൊന്നുമടത്തിലേക്ക് എത്തുന്നുണ്ട്. പൂർണിമ ലക്ഷ്മി ഇങ്ങനെ കൈ പിടിക്കുകയാണ്. അപ്പോൾ പൂർണിമ ചോദിക്കേണ്ട, എന്ത് പറ്റി? അല്ല, നിന്റെ കൈ പിടിച്ച് വലതുകാലം വെച്ചിട്ട് എനിക്ക് തന്നെ ഈ വീട്ടിലേക്ക് നിന്നെ പിടിച്ച് കയറ്റണം എന്ന് പറയണ ഒരു റാണിയെ പോലെ. ഇവിടെ പിന്നെ ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ നിനക്ക് ആരതി എടുത്ത് തന്നാനെ, വാ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പൂർണിമയുടെ കൈയും പിടിച്ച് വലതുകാലം വെച്ച് പൊന്നുമടത്തിലേക്ക് കയറാട്ടോ. ഋതുവിനും അച്ഛനും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. ഋതുവിടുത്തും അച്ഛൻ്റെ അടുത്തും
നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഒരുപാട് നാള് കുടുംബമായിട്ടൊക്കെ ജീവിക്കണം, എല്ലാവരും ഞാൻ കാണാൻ വേണ്ടി ഒരു ദിവസം കൂടി വരാം. ലക്ഷ്മി എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് പൂർണിമ ചോദിക്കുമ്പോൾ അറിയില്ല. എന്തായാലും എന്റെ മോന്റെ പിണക്കം മാറാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ. വേണു വേണു വിളിച്ചില്ലേ എന്ന് പൂർണിമ ചോദിക്കുമ്പോൾ ഇതുവരെ വിളിച്ചിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല, ഞാൻ അത്ര വലിയ തെറ്റാണല്ലോ അദ്ദേഹത്തോട് ചെയ്തത്, അതുകൊണ്ടായിരിക്കാം. എന്തായാലും എല്ലാവരും സന്തോഷമായില്ലേ? ലക്ഷ്മി ഇവിടെ പോവാ, ഇവിടെ നിൽക്ക്, ഞാൻ എല്ലാവർക്കും ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം, അങ്ങനെ ഞാനും സഹായിക്കാമെന്ന് ലക്ഷ്മി പറയാണ്. രണ്ടമ്മമാരും ഭയങ്കര സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാട്ടോ. പഴയ പോലത്തെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ പൊന്നുമടത്തിലേക്ക് തിരിച്ചു വരുവാണ്. അതേസമയം രാജലക്ഷ്മി ആണെങ്കിൽ വിശ്വനോടും പാറുവിനോടും പറയണ്ട്, നോക്ക്, ആ ഇന്ദ്രനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കണം, അതാണ് നിങ്ങൾക്ക് നല്ലത്. വിശ്വം പറയണ്ട്, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അമ്മയുടെ മോൻ തന്നെയല്ലേ ഇന്ദ്രൻ, എന്റെ ചേട്ടനല്ലേ? ചേട്ടനൊരു അസുഖമില്ലാത്ത ഒരാളാണെന്ന് അമ്മക്ക് അറിയാലോ. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാ അമ്മ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത്? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് നിനക്കറിയാലോ അല്ലേ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? അവൾക്ക് എന്ത് സംഭവിക്കാനാ? അമ്മ എന്താ ഉദ്ദേശിക്കണത്? ഒന്നുമില്ല. എന്നാലും ഇങ്ങനെ സുഖമില്ലാത്ത ഒരാള് ഇങ്ങനെ വീട്ടിൽ നിൽക്കണത് നല്ലതല്ല. അവനെ വല്ല ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ കൊണ്ടേ കാണിക്കാം. ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഇവിടെ നിൽക്കണല്ലേ നല്ലത്. ചേട്ടൻ ഇപ്പൊ എവിടെ പോകാനാണ്? ചേട്ടൻ്റെ കയ്യിൽ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും ചേട്ടൻ 2-3 ദിവസം ഇവിടെ നിൽക്കട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. എടാ വിശ്വ, ഞാൻ പറഞ്ഞ നീ ഒന്ന് കേക്ക്. നിന്റെ ഏട്ടൻ ഇവിടുന്ന് പോണതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം വരെ നശിഞ്ഞു പോകും. അങ്ങനെയൊന്നും ഇല്ല അമ്മേ. അമ്മക്ക് എന്തോ ഒരു ദേഷ്യം ചേട്ടനോടുണ്ട്, അതാണ് അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എടാ ഒരു ദേഷ്യമില്ല, ഞാൻ നല്ല ബോധത്തോടും തന്നെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണത്. മര്യാദയ്ക്ക് അവൻ ഇവിടുന്ന് ഇറക്കി വിടുന്നതാണ് മോനെ എല്ലാവർക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി അകത്തേക്ക് പോവാണം. ഇതെല്ലാം തന്നെ ഇന്ദ്രൻ കേൾക്കണ്ടോ? ഓഹോ, ഈ തള്ളക്കിളവി എല്ലാം നശിപ്പിക്കുമല്ലോ. ഇവര് ഇനി പഴയ കാര്യങ്ങളൊക്കെ പോയി വിഷ്ണുനോട് പാറെടുത്ത് പറയോ? ഞാൻ പാറുവിനെ കൊല്ലാൻ നോക്കിയ കാര്യങ്ങാനും ഇവര് പറയോ? അങ്ങനെ പറഞ്ഞെങ്കിൽ അവരുടെ അന്ത്യമാണ്. പെറ്റ അമ്മയാണെങ്കിൽ എന്താ, ഒരു കുഴപ്പമില്ല. ഈ ലോകത്ത് ഒരുപാട് അമ്മമാര് മക്കളെ കൊല്ലുന്നില്ലേ? അതുപോലെ തന്നെ മക്കൾക്കും അമ്മമാരെ കൊല്ലാനുള്ള അവകാശം ഉണ്ടല്ലോ. അതിപ്പോ നിയമത്തിന്റെ കണ്ണി നോക്കുമ്പോ തെറ്റാണെന്നൊക്കെ തോന്നുമെങ്കിലും എനിക്കിതാ നല്ലത്. അതുകൊണ്ട് ഈ രാജലക്ഷ്മി എന്ന് പറഞ്ഞവരെ തീർത്ത് കളഞ്ഞാലോ. പിന്നെ ഈ സ്വത്തുക്കൾ എനിക്കും വിശ്വനും ഉള്ളതാണ്. വിശ്വനും ഭാര്യനെ എവിടെയെങ്കിലൊക്കെ അടിച്ച് തെറിപ്പിച്ച് വിടാം. പിന്നെ ഈ വീടും സ്വത്തുക്കളും എനിക്ക് മാത്രം സ്വന്തം. അതെ, അത് തന്നെയാ വേണ്ടത്. അതിന് രാജലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീനെ അടിച്ചു പുറത്താക്കണം. അവർക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം പോലും. ആര്? ഈ ഇന്ദ്രനോ? അത് ഇന്ദ്രപ്രസ്ഥത്തിന്നോ? എന്റെ പേരാണ് ഈ വീട്ടിന് ഇട്ടേക്കണത്, എന്നിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങണം പോലും ഇല്ല. ഒരിക്കലും ഇല്ല. രാജലക്ഷ്മി, നിങ്ങളുടെ മരണം നിങ്ങൾ തന്നെ എരന്ന് വാങ്ങുവാണ് എന്ന് ഇന്ദ്രൻ വിചാരിക്കാട്ടോ. ഇന്ദ്രൻ പിന്നീട് നോക്കുമ്പോഴൊക്കെ രാജലക്ഷ്മി ആണെങ്കിൽ ഇന്ദ്രനോട് ഇറങ്ങിപ്പോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കണ എന്ത്? രാജലക്ഷ്മിനെ കൊല്ലാൻ തന്നെ തീരുമാനിക്കാട്ടോ. അവർക്ക് ചത്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ ഈ പറച്ചില്. അതിനു വേണ്ടി രാജലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി തന്നെ നോക്കുവാണ്. ഇതെല്ലാം തന്നെ പാറുനും വിഷുവിനും ഇപ്പൊ മനസ്സിലാവില്ലെങ്കിലും നാളൊരു സമയത്ത് തീർച്ചയായിട്ടും മനസ്സിലാവും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.